ഹായ്, നമുക്കൊരു ഈവനിങ് വാക്ക് പോയാലോ? നമ്മൾ പോകുന്നത് ഷാർജയിലെ അൽഹീറ ബീച്ചിലേക്കാണ് കേട്ടോ. ഒറ്റയ്ക്കൊരു സ്ട്രീറ്റിലൂടെ ആരെയും ശ്രദ്ധിക്കാതെ നടക്കണം. വേറെ ആരും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. അപ്പോൾ കിട്ടുന്നതാണ് ശരിക്കുള്ള ലോൺലിനെസ് അല്ലെങ്കിൽ ഫ്രീഡം, അല്ലേ? എനിക്ക് ഇപ്പോഴും ഒറ്റയ്ക്ക് നടക്കാനാണ് ഇഷ്ടം. അപ്പോഴാണ് ഞാൻ കൂടുതലും എന്നെ തന്നെയും ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെയും മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒരു ജീവിതത്തിന്റെ സർക്കിൾ ഇവിടെ തന്നെ കാണാം. വിരിഞ്ഞ് സുന്ദരിയായി നിൽക്കുന്ന മനോഹരമായ ഒരു കുഞ്ഞിപ്പൂവ്, അടുത്ത് തന്നെ പൂർണ്ണ സൗന്ദര്യത്തിൽ എത്തി നിൽക്കുന്ന കൗമാരക്കാരിയായ കടലാസു പൂവ്, അതിനുമടുത്ത് തന്റെ ജീവിത ലക്ഷ്യങ്ങളെല്ലാം തീർത്ത് സൗന്ദര്യവും നഷ്ടപ്പെട്ട് വാടിക്കരിഞ്ഞ് വിട പറഞ്ഞ മറ്റൊരു പൂവ്. എന്താ അല്ലേ? ആഹാ, അപ്പോഴേക്ക് നമ്മൾ ബീച്ചിലേക്ക് എത്തി. പതിവ് പോലെ ഇന്നും ഒരുപാട് പേര് ജോഗിങ്ങിനും സ്കേറ്റിങ്ങിനും ബീച്ച് കാണാനും പിന്നെ കടലിലെ ഒരു കുളി പാസാക്കാനുമായി എത്തിയിട്ടുണ്ട്. എത്ര കോടി ജനങ്ങളുണ്ടെങ്കിലും ഓരോരുത്തരും അവരുടെ സ്വന്തം ലൈഫിൽ എന്ത് ഫേസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നതല്ലേ. ഞാൻ അതിലൊരാളായി സിവ്യൂ കാണുന്ന ഒരിടത്ത് ഇരിപ്പുറപ്പിച്ചു. സൂര്യനും ഇന്നത്തെ ഡ്യൂട്ടി നേരത്തെ അവസാനിപ്പിച്ചിട്ട് വിട വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരം സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും നിറം പതുക്കെ മാറി തുടങ്ങി. എന്ത് മനോഹരമായ നിറക്കൂട്ടാണ് ഈ സമയത്ത് ആകാശത്ത് ദൃശ്യമാകുന്നതല്ലേ. ഞാൻ എൻ്റെ പ്ലേലിസ്റ്റിലെ മെലഡിയും കരയും കടലും എല്ലാം ആസ്വദിച്ച് ഇരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോഴും രാത്രി ഉറങ്ങാതെ കിടക്കുന്ന സമയങ്ങളിലുമാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുക. ചിലർ പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കുന്ന വഴിയും, ചിലർ വഴക്കുണ്ടാക്കിയപ്പോൾ പറയാൻ പറ്റാതെ പോയ പഞ്ച ഡയലോഗുകളും, പിന്നെ ചിലർ ജീവിതത്തിലെ പുതിയ വഴികളും, പിന്നെ ചിലർ താൻ സ്നേഹിക്കുന്നവരെ കുറിച്ചും. ഇപ്പോ ഒറ്റയ്ക്കൊരു വോക്ക് പോകാൻ തോന്നില്ലേ? എന്നാ പിന്നെ ഇറങ്ങിക്കോളൂ. നിങ്ങൾക്ക് ഒറ്റയ്ക്കാവുമ്പോൾ എന്താണ് ചിന്തയിൽ വരുന്നതെന്ന് കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ.